എല്ലാ നാടുകളും ഒരുപോലെയല്ല. നമ്മുടെ നാടും പരിശുദ്ധമായ മക്കയും ഒരുപോലെയാണോ? അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ എവിടെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം കിട്ടിയെന്ന് കൂട്ടിക്കോ. ഒരു ഉദാഹരണം പറയാം. ആ സ്വർണ്ണാഭരണം നിങ്ങൾക്ക് ഒരു 2 വർഷം ജനങ്ങളുടെ ഇടയിലേക്ക് പബ്ലിസിറ്റി ചെയ്ത് ആളുകൾ അറിയുന്ന എല്ലാ ഗ്രൂപ്പിലും മറ്റൊക്കെ മെസ്സേജ് അയച്ച് ജനങ്ങൾ തിങ്ങിക്കൂടുന്നിടത്തൊക്കെ പരസ്യം കൊടുത്ത് പത്രത്തിലും മറ്റൊക്കെ പരസ്യം ഇടക്കിടക്ക് കൊടുത്ത് തുടരെയായ 2 വർഷം അങ്ങനെ പരസ്യപ്പെടുത്തിയിട്ട് ആരും വന്നില്ല. എന്നാ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. പിന്നെ ആള് വരുമ്പോ തെളിവ് സഹിതം വരുമ്പോ കൊടുക്കണമെന്ന് മാത്രം. പക്ഷേ വിശുദ്ധമായ ഹറമിൽ നിന്ന് അതേപോലെ ഒരു സ്വർണ്ണാഭരണം നിങ്ങൾക്ക് കിട്ടിയാൽ എത്ര വർഷം കഴിഞ്ഞാലും നൂറ്റാണ്ട് കഴിഞ്ഞാലും അത് ഉടമപ്പെടുത്താൻ പറ്റില്ല. അതാ നാടിന് അല്ലാഹു നൽകിയ ബഹുമാനമാണ്. ആ നാട്ടിൽ നിന്ന് എന്ത് നിങ്ങൾ പെറുക്കിയെടുക്കുന്നോ പരസ്യപ്പെടുത്താൻ വേണ്ടിയല്ലാതെ ഉടമപ്പെടുത്താൻ പറ്റൂല. അവിടെയുള്ള പുല്ല് പറിക്കുന്നതും ഇവിടെയുള്ള പുല്ല് പറിക്കുന്നതും വ്യത്യാസമുണ്ട്. വിശുദ്ധമായ ഹറമിൽ നിശ്ചിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തതല്ലാതെ ഒരു പുല്ലും പറിക്കാൻ പാടില്ല. നമ്മളെ നാട്ടിലോ ഒരു പുല്ല് മുളച്ചു വന്ന് പറിച്ചാൽ എന്തെങ്കിലും കേടുണ്ടോ? അതവിടെ വൃത്തിയാക്കാനാണെന്ന് നമ്മൾ പറയും. ഹറം എന്ന് പറയുന്ന പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ഒരു മരം ആവശ്യമില്ലാതെ മുറിക്കാൻ പാടില്ല. ആവശ്യം ഓരോരുത്തർക്കും തോന്നുന്ന ആവശ്യമല്ല, അല്ലാഹു അനുവദിച്ച ആവശ്യങ്ങളുണ്ട്. അതിനല്ലാതെ മറ്റൊന്നിനും മുറിക്കാൻ പാടില്ല. പുല്ല് പറിക്കുന്നത് പോലും വിലക്കേർപ്പെടുത്തപ്പെട്ട ബഹുമാനമുള്ള സ്ഥലമാണത്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1 മിനിറ്റ് ഇത്തികാഫിരുന്നാൽ ഒരൊറ്റ പ്രാവശ്യം ഒരു ദിക്ർ ചൊല്ലിയാൽ 1 പ്രാവശ്യം ഒന്ന് വിശുദ്ധമായ കഅബയിലേക്കൊന്ന് നോക്കിയാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം നമ്മുടെ നാട്ടിൽ എവിടെ കിട്ടാനാണ്? ഏത് പള്ളിയിൽ ലഭിക്കാനാണ്? ഏത് മഖ്ബറയിൽ കിട്ടാനാണ്? ഏത് ദിക്റിന്റെ മജ്ലിസിൽ ലഭിക്കാനാണ്? ഒരൊറ്റ സ്ഥലത്തും അല്ലാഹു നൽകിയിട്ടില്ല. ഏറ്റവും വലിയ ബഹുമാനമല്ലേ ആ നാടിന് അല്ലാഹു നൽകിയത്? എന്താണ് ആ നാടിന് അത്രയും വലിയ ബഹുമാനം നൽകാനുള്ള കാരണം? ഖുർആനിലൂടെ അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ്.